ബഹുമാനപ്പെട്ട VM സുധീരൻ തന്നെ ഇത് അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിർദ്ദേശിച്ച നികുതി ഒഴിവാക്കി അവതരിപ്പിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിർദ്ദേശിച്ചിട്ടുള്ള നികുതി വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറവ് വരുത്തിയ നികുതി നിർദ്ദേശം പിൻവലിച്ച് അവതരിപ്പിക്കണമെന്ന് VM സുധീരൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ UDF ഗവൺമെന്റ് അതിന് തയ്യാറല്ല. മദ്യനയം വ്യക്തമാക്കിയിട്ടില്ല. മദ്യനയം വ്യക്തമാക്കാത്ത ഒരു വിഷയത്തിലാണ് നികുതി നിർദ്ദേശം വെച്ചുകൊണ്ട് ധനകാര്യ ബിൽ അവതരിപ്പിക്കുന്നത്. ഇത് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. മാത്രവുമല്ല, ഈ ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും നിയമസഭയോടും നിയമസാമാജികന്മാരോടുമുള്ള ഒരു വെല്ലുവിളിയാണിത്. ഈ ബഡ്ജറ്റ് ഒരു പുതിയ ബഡ്ജറ്റാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ച ബഡ്ജറ്റിന്റെ തുടർച്ചയല്ല. ഘടനയിൽ വ്യത്യാസമുണ്ട്, ഉള്ളടക്കത്തിൽ വ്യത്യാസമുണ്ട്, വിഷയത്തിൽ വ്യത്യാസമുണ്ട്, തുകയിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബില്ല് ബഡ്ജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഡിമാൻഡ് ചർച്ചയ്ക്ക് ശേഷം സബ്ജക്ട് കമ്മിറ്റിക്ക് വിടേണ്ടതാണ്. അതും വിടുന്നില്ല. അതിന് പകരം സബ്ജക്ട് കമ്മിറ്റി കാണാതെ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. ഇത് അവതരിപ്പിച്ച് പാസാക്കിയാൽ തന്നെ നടപ്പിലാക്കില്ല എന്ന് ഒരു മന്ത്രിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന എക്സൈസ് വകുപ്പ് മന്ത്രി. അപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് ബഡ്ജറ്റ് പാസാക്കിയതിന് ശേഷം, ധനബിൽ പാസാക്കിയതിന് ശേഷം എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ പിന്നെ ചെയ്യാമെന്നാണ്. അങ്ങനെ വരുമ്പോൾ വീണ്ടും ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടി വരും. പമ്പര വിഡ്ഢിത്തമാണ്, ബോഷ്കത്തരമാണ്, നിയമവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങളാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നികുതി നിർദ്ദേശം അടങ്ങുന്ന ബഡ്ജറ്റ് പാസാക്കി പിന്നെ നയം പ്രഖ്യാപിച്ചതിന് ശേഷം ഞങ്ങൾ മാറ്റാമെന്ന് പറയുന്നതിന്റെ അർത്ഥം മേൽക്കൂര കെട്ടിയതിന് ശേഷം ഞങ്ങൾ അടിത്തറയെ സംബന്ധിച്ച് പരിശോധിക്കാമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ എന്തെല്ലാം വഴിവിട്ട മാർഗങ്ങളാണ് ഇവർ സ്വീകരിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവാണ് ഈ ബഡ്ജറ്റ് അവതരണവും ബഡ്ജറ്റ് അവതരണത്തിന്റെ ഭാഗമായി ഇപ്പൊ നിയമസഭയിൽ കാട്ടിക്കൂട്ടുന്ന കളികളും. അപ്പൊ അതുകൊണ്ട് പ്രതിപക്ഷം അതിശക്തമായി ഇതിനെതിരായ നിലപാടെടുക്കണം. ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് ഞാനൊരു കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്തിന്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ അദ്ദേഹവുമായി നേരിട്ട് സംസാരിച്ചു. ഇതിങ്ങനെ ഒരു പ്രസിഡന്റ് ഉണ്ടാക്കാൻ പാടില്ല. സഖാവ് VS അധികാരത്തിൽ വരുന്ന സമയത്ത് പുതുതായി ബഡ്ജറ്റ് അവതരിപ്പിച്ചു, ഡിമാൻഡ് ചർച്ച അനുവദിച്ചു. പിണറായി വന്ന സമയത്ത് ഐസക് ബഡ്ജറ്റ് അവതരിപ്പിച്ചു, ഡിമാൻഡ് അവതരിപ്പിച്ചു, സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. അപ്പം ഇതപര്യന്തമുള്ള കേരള നിയമസഭയുടെ ചരിത്രത്തിലെ നിയമനിർമ്മാണവും ബഡ്ജറ്റ് അവതരണവും പാസാക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നേ വരെ സ്വീകരിക്കാത്ത ഒരു മാർഗമാണിപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സ്പീക്കറോട് വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുന്നു, നാളെ അവതരിപ്പിക്കാൻ പോകുന്ന ധനബില്ലിന് അനുവാദം കൊടുക്കരുത്. അത് നിയമവിരുദ്ധമാണ്. ഇല്ല, വിടുന്നില്ല. അതെ. അതായത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടണമെന്നുള്ളത് മാൻഡേറ്ററിയാണ്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അനിതര സാധാരണമായ ഒരു അന്തരീക്ഷം നിയമസഭയിൽ ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുക. പൊതു കോൺസെൻസസ് ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിലുണ്ടാക്കിയാൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ പാസാക്കാം. അതിന് അങ്ങനെ വന്നാൽ പോലും ചട്ടം വെയ്വ് ചെയ്യണം, എന്നിട്ട് പ്രമേയം കൊണ്ടുവരണം. ഇവിടെ അങ്ങനെയുള്ള സാഹചര്യമല്ല ഉള്ളത്. ഇവിടെ പ്രതിപക്ഷം തന്നെ എതിർക്കുന്നു, ഭരണപക്ഷം തന്നെ എതിർക്കുന്നു, മന്ത്രി തന്നെ എതിർക്കുന്നു. എന്നിട്ട് അവതരിപ്പിക്കുന്ന ധനബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയ്ക്ക് ശേഷം അത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന പ്രസിഡന്റ് ആരോഗ്യകരമല്ല.
ഭരണഘടനയോടും നിയമസഭാ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചട്ടത്തിനോടും അതുവഴി നിയമസാമാജികന്മാരോടും നിയമസഭയോടും കാട്ടുന്ന വെല്ലുവിളിയാണ്. ഇത് തികച്ചും ഭരണഘടനാ വിരുദ്ധമാണ്, ചട്ടവിരുദ്ധമാണ്. ഇതിനകത്ത് സർക്കാരിനിടയിൽ മന്ത്രിമാർക്കിടയിൽ ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഒരു പ്രതിപക്ഷത്തിന്റെ നെഗറ്റീവാണ് കൂടി പറയുന്നത്. പക്ഷേ എന്നാൽ ഈ മദ്യനയം നടപ്പിലാക്കിയാൽ തന്നെ അല്ലെങ്കിൽ നികുതി നിർദ്ദേശം ധനവകുപ്പ് ഇംപ്ലിമെന്റ് ചെയ്താൽ തന്നെ മദ്യം വിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് എക്സൈസ് വകുപ്പാണ് എന്നുള്ള കാര്യം മാത്രമേ മന്ത്രി ലിജു പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതിനെ തങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്ന് വരുത്തിത്തീർക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുള്ളതാണ് അവരുടെ മറുപടി. ഇതേ പാസാക്കിയിട്ടുള്ള ഒരു നിയമം സാധാ നിയമമല്ല. ബഡ്ജറ്റിന്റെ ഭാഗമായി വിവിധ ഡിമാൻഡുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നികുതി നിർദ്ദേശം സാധാരണ നിലയിൽ ബന്ധപ്പെട്ട നിയമങ്ങൾ ഭേദഗതി ചെയ്യാൻ സമയമെടുക്കും എന്നുള്ളത് കൊണ്ടാണ് അത്തരം നിയമങ്ങളെല്ലാം ക്ലബ് ചെയ്തുകൊണ്ട് ഫിനാൻസ് ബില്ലിന്റെ ഭാഗമാക്കുന്നത്. ആ ഫിനാൻസ് ബില്ല് പാസാക്കി അതുവഴി ബഡ്ജറ്റ് പാസാക്കി ഗവർണറുടെ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഞാനിത് നടപ്പിലാക്കില്ല എന്ന് പറയാൻ ഒരു മന്ത്രി വിചാരിച്ചാലും കഴിയില്ല. ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി അക്കാര്യം മനസ്സിലാക്കിയിട്ടാണോ പറയുന്നത് എന്ന് എനിക്കറിയില്ല. അപ്പോ സാധാരണ നിലയിൽ ഒരു വളഞ്ഞ വഴി സ്വീകരിക്കുകയാണ്, അതിസമർത്ഥമായിട്ടുള്ള വഴി സ്വീകരിക്കുകയാണ്. കാരണം ഈ നയം നടപ്പിലാക്കണം, അതുകൊണ്ട് വർദ്ധിപ്പിച്ച വില വാങ്ങാൻ പാടില്ല എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷെ എന്ത് ചെയ്യാം, കോടതി അനുകൂലമായില്ല, കോടതി എതിരായി. ഇത്തരം കാര്യങ്ങളിൽ കോടതിയെ കൊണ്ട് പ്രച്ഛന്ന വേഷം കെട്ടിപ്പിക്കുന്നതിനുള്ള ഒരു വഴിവിട്ട മാർഗം ഇവർ സ്വീകരിക്കുകയാണ്. അതിൽ കോടതി വീടില്ല എന്നുള്ളത് ഉറപ്പ്. പക്ഷെ ഉദ്ദേശിക്കുന്നത് എന്താ, ഇവരുടെ മനസ്സിലുള്ള അജണ്ട ധനബില്ലിന്റെ ഭാഗമായി നടപ്പിലാക്കി നികുതി കുറച്ചു കൊടുക്കുക. അപ്പോ കോടതിയിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും അതുതന്നെയാണ് നടപ്പിലാകുക. അപ്പൊ പറയും നയം ഞങ്ങൾക്ക് നടപ്പിലാക്കണമെന്നുണ്ടായിരുന്നു, ഈ കുറച്ചത് വർദ്ധിപ്പിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, കോടതി ഇങ്ങനെ പറയുന്നു. ആ ഒരു വളഞ്ഞ വഴി വേറെ ഉണ്ട്, ഞാൻ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ വളരെ ക്രൂക്കഡായിട്ടുള്ള ഒരു സമീപനമാണ് ഇതിൽ സ്വീകരിച്ചിട്ടുള്ളത്. സ്വതവേ ക്രൂക്കഡാണ് ഇവരുടെ ഒരു പൊതു സമീപനം. അപ്പോ ഈ ധനകാര്യ ബില്ല് അവതരിപ്പിക്കുന്നതിൽ നിന്ന് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് പിൻവാങ്ങണം. അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ വി എസ് സുധീരൻ സൂചിപ്പിച്ചതുപോലെ നികുതി നിർദ്ദേശങ്ങൾ പിൻവലിച്ച് ഇത് അവതരിപ്പിക്കണം.